ഫിലിം ഗാരേജിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. മലയാളത്തിന്റെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ എന്ന മലയാളത്തിന്റെ മികച്ച സംവിധായകരിൽ ഒരാൾ കൂടി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ വന്നിട്ട് ഇതിനോടകം തന്നെ 5 ദിവസങ്ങൾ പിന്നിടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും സിനിമയുടെ ആ ഒരു ടീസർ സൃഷ്ടിച്ച തരംഗം പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല. എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള തിയേറ്റർ ചാർട്ടിംഗ്, ഫാൻ ഷോ ബുക്കിംഗ്, ഒപ്പം തന്നെ തിയേറ്ററുകളിലേക്കുള്ള അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം തന്നെ നടക്കുന്ന ഒരു കാഴ്ചയാണ് സിനിമയുടെ റിലീസിന് ഇനിയും 2 മാസത്തോളം ബാക്കിയുള്ളപ്പോൾ ഈ സമയത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമയെ ലൈവാക്കി നിർത്താനായിട്ട് പൃഥ്വിരാജിന്റെ അഭിമുഖങ്ങൾ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. സിനിമയുടെ ഹിന്ദി മേഖലയിലുള്ള അഭിമുഖങ്ങളെല്ലാം തന്നെ പൃഥ്വിരാജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യൂട്യൂബ് വീഡിയോസും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ എമ്പുരാൻ എന്ന സിനിമയിൽ ഏകദേശം 35% ഡയലോഗുകൾ ഹിന്ദിയിലായിരിക്കുമെന്നൊരു അപ്ഡേറ്റ് പൃഥ്വിരാജ് നൽകിയിരിക്കുകയാണ്. ഇതിനിടയിൽ പൃഥ്വിരാജിന്റെ അന്യഭാഷയിലെ ഏറ്റവും വലിയ സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയായി നമ്മുടെ പാൻ ഇന്ത്യൻ താരം പ്രഭാസ് എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുകയാണ്. ടീസറിനെ കുറിച്ച് വലിയ ആവേശകരമായ അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജിനും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശംസയെല്ലാം തന്നെ അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സലാർ എന്ന സിനിമയിൽ പൃഥ്വിരാജ് പ്രഭാസ് കോംബോ നാം കണ്ടതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇരുവരും സലാർ 2 എന്ന സിനിമയ്ക്കായിട്ട് ഒരുമിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ലാലേട്ടൻ നായകനായി എത്തുന്ന സിനിമയിൽ അതിഥി താരമായിട്ട് അതല്ലെങ്കിൽ ഒരു വമ്പൻ ഗസ്റ്റ് റോളിൽ മമ്മൂട്ടി ചേട്ടൻ എത്തിക്കുമെന്നൊരു റൂമേഴ്സ് എമ്പുരാൻ ടീസർ റിലീസ് ചെയ്തതിനു ശേഷം ശക്തമായിട്ട് പ്രചരിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടതാണല്ലോ. അങ്ങനെ ഒരു റൂമർ വന്നതിന് ശേഷം ആ ഒരു റൂമർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർത്തുന്ന ആരാധകരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ മമ്മൂട്ടി ചേട്ടൻ്റെ ആരാധകർക്ക് നിരാശയാണ് ഇതിനോടകം തന്നെ പൃഥ്വിരാജ് നൽകിയിരിക്കുന്നത്. എമ്പുരാനിൽ എന്നല്ല, ഫ്രാഞ്ചൈസിൽ പോലും മമ്മൂട്ടി ചേട്ടൻ ഇല്ല എന്ന് പൃഥ്വിരാജ് കൺഫേം ചെയ്തിരിക്കുകയാണ്. മമ്മൂട്ടി ചേട്ടൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ കളക്ഷൻ വേറെ ലെവലിലേക്ക് എത്തിയേനെ എന്നൊരു അഭിപ്രായം കൂടി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ആ കളക്ഷൻ നഷ്ടമാക്കി കളഞ്ഞല്ലോ രാജുവേട്ട എന്നൊരു ചോദ്യം കൂടി പൃഥ്വിരാജിനോടും വരുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ എമ്പുരാന്റെ കൂടുതൽ വാർത്തകൾക്ക്.